നമസ്കാരം. മട്ടള രാജപക്സ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ റഷ്യൻ കമ്പനികൾക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീലങ്ക എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 20.9 കോടി ഡോളർ ചിലവഴിച്ചുകൊണ്ട് ചൈന നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. വിമാനങ്ങളുടെ അഭാവം കാരണം ലോകത്തിലെ ഏറ്റവും ശൂന്യമായ വിമാനത്താവളം എന്നുള്ള ഒരു അപഖ്യാതി കൂടി ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഹമ്പൻടോട്ട തുറമുഖത്തോട് ചേർന്നാണ് ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇന്ത്യയുടെ ശൗര്യ എയറോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിനും റഷ്യയുടെ എയർപോർട്ട്സ് ഓഫ് റീജിയൻ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവയ്ക്ക് 30 വർഷത്തേക്കാണ് നൽകാനൊരുങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലും കടത്തിലുമൊക്കെ വഴുതി വീണ ശ്രീലങ്ക ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പാതയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ അടക്കം ലാഭത്തിലാക്കേണ്ട വലിയ ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ട്. ബംഗ്ലാദേശിലെ രൂപൂർ ആണവ നിലയത്തിന് ശേഷം ഇന്ത്യ റഷ്യ സംയുക്ത പദ്ധതിയാണ് ഇതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ക്യാബിനറ്റ് നിയോഗിച്ച കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മാനേജ്മെന്റ് കരാർ ഇന്ത്യയിലെ ശൗര്യ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, റഷ്യയിലെ എയർപോർട്ട് ഓഫ് റീജിയൻ മാനേജ്മെന്റ് കമ്പനി എന്നിവയ്ക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്യുകയായിരുന്നുവെന്ന് സർക്കാരിന്റെ വക്താവായ ബന്ദുല ഗുണവർദ്ധന പറഞ്ഞിരിക്കുന്നു. വിമാനത്താവളം കനത്ത നഷ്ടം നേരിടുന്നതിനാൽ 2016 മുതൽ തന്നെ ലങ്കൻ സർക്കാർ വാണിജ്യ പങ്കാളികളെ അന്വേഷിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കും റഷ്യയിലേക്കും ശ്രീലങ്ക എത്തിയിരിക്കുന്നത്. അങ്ങനെ ചൈന കോടികൾ മുടക്കി നിർമ്മിച്ച ആ വിമാനത്താവളം അത് ലാഭകരമാക്കുക എന്നുള്ള വലിയ ഉദ്യമമാണ് ഇനി ഇന്ത്യക്കും റഷ്യയ്ക്കും മുന്നിലുള്ളത്. അത് വളരെ വിശ്വാസ്യതയോടുകൂടി തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നതും. കാരണം ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി അല്ലെങ്കിൽ നേരത്തെ അവരെ കടക്കെണിയിൽ പെടുത്തിക്കൊണ്ട് ചൈന ഉപദ്രവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അവശതകൾ ആ രാജ്യം പേറുന്നുമുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാര മേഖലയിലടക്കം നിരവധി ഇളവുകൾ ഇന്ത്യൻ പൗരന്മാർക്ക് ശ്രീലങ്ക പ്രഖ്യാപിച്ചിരിക്കുന്നതും. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പുതിയ നീക്കവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.